അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 18-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മാലിക് മിസ്റിൽ ഒരടിമയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അത് പത്രമുഖേനയാകട്ടെ അതല്ലെങ്കിൽ അല്ലാത്ത മുഖേനയാകട്ടെ ലോകം ഒന്നാകെ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടുത്തെ ലോകമല്ല, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ എല്ലാവരും ഈ കുട്ടിയെ കാണാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ അസീസ് രാജാവിൻ്റെ ഇപ്പോഴത്തെ പത്നിയായിരിക്കുന്ന സുലൈഖയും അറിഞ്ഞു. സുലൈഖ പറഞ്ഞു, മാലിക് ഒരടിമയെ കൊണ്ടുവന്നിരിക്കുന്നു, നമുക്ക് കാണാൻ പോകണം. അപ്പോൾ സുലൈഖയോട് പറഞ്ഞു, അവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരട്ടെ എന്ന്. അങ്ങനെ മാലിക്കിൻ്റെ ആ കുട്ടിയെ കാണാൻ വേണ്ടി, മാലിക് കച്ചവടം കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ കുട്ടിയെ കാണാൻ വേണ്ടി അസീസ് രാജാവും സൈന്യങ്ങളും പാരാവാരങ്ങളും അവിടെ എത്തിയെന്ന് മാത്രമല്ല, കുട്ടിയെ ഇരുത്തിയിരിക്കുന്നതായിരിക്കുന്ന സ്റ്റേജിൻ്റെ മുൻഭാഗത്ത് അസീസ് രാജാവ് തൻ്റെ വാഹനം അവിടെ കെട്ടിയിട്ട് കുട്ടിയെ കാണാൻ വേണ്ടി നടക്കുകയാണ്. ഈ സമയമാണ് പൂർത്തിയായി കണ്ടെന്ന് കൽബ് ഹയ്യറായേ മൊഞ്ചാൽ ഭൂതലരാജൻ അകൽ തായ്യുറായേ. രാജാവ് കുട്ടിനെ കണ്ടപ്പോൾ ആകെ ബുദ്ധിയൊക്കെ മരവിക്കണ പോലെ തോന്നിയത് എന്നാണ് പറയണത്. കവി പറയണത്, ഭൂതലരാജൻ അക്കൽ തായ്യറായേ. ബുദ്ധിക്കൊക്കെ പകർച്ച വന്നു. അമ്മാരി കുട്ടിയാണത്, ചില്ലറ കുട്ടിയല്ല, നോട്ടം കുട്ടിയാണ്. അങ്ങനെ നേർത്തിരാജൻ മാലിക്കേ ദാരി ജിന്നോ അണ്ടർ ദേശമാലെ ബാനമിന്നിറങ്ങി വന്നോ. ഇപ്പടി പിണ്ടെന്ന് രാജനും മടങ്ങി, നിവഹം വേറെ വന്ന് തിങ്ങി മാലിക്കും കുടുങ്ങി. അങ്ങനെ മാലിക്കിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല കുട്ടിയെ, എവിടുന്ന് നമ്മുടെ കുട്ടിക്ക് ഇതിനെ കിട്ടിയ വെച്ചോ? കന്നാനിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞു. എന്താ അത്, ജിന്നാണോ അത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണോ എന്ന് അസീസ് രാജാവ് മാലിക്കിനോട് ചോദിക്കുകയാണ്. അത് കവി പറയണേ, നേർത്തിരാജൻ മാലിക്കേ ദാരി ജിന്നോ അണ്ടർ ദേശമാലെ ബാനമിന്നിറങ്ങി വന്നോ. അതല്ല, ജിന്നല്ലെങ്കിൽ പിന്നെ മലക്കളത്തെ ബാനർ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നതാണോ എന്ന് മാലിക്കിനോട് അസീസ് രാജാവ് ചോദിക്കുകയാണ്. ഏതായാലും ഈ അടിമയെ എൻ്റെ ഭാര്യയായ സുലൈഖ് കാണിച്ചു കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് അസീസ് രാജാവ് മടങ്ങുകയും, അങ്ങനെ ചെപ്പി മാനിത സ്വരൂപം പൂണ്ട് നിന്റെ ബാനർ സെറ്റുകൾ നേരിട്ട് മാലിക്കോട് അന്തേ. തപ്പിടാതെ വാങ്ങണം പൊന്നൊന്ന് ആൾക്ക് കാണാൻ, തൽക്ഷണം തുടങ്ങി ടിക്കറ്റന്ന് നേർക്ക്. അപ്പടി പിരിച്ച് 1,00,000 പൊന്ന് അന്നേ, പിന്നും ആളുകൾ തിക്കും തിരക്ക് കൂടി വന്നേ. അങ്ങനെ അസീസ് രാജാവ് എന്ത് ചെയ്തു? ഇത് പൊണ്ടാട്ടിക്ക് കാണിച്ചു കൊടുക്കാതിരുന്ന മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അസീസ് രാജാവ് കൊട്ടാരത്തേക്ക് മടങ്ങി. ഏതായാലും അവിടെ മാലിക് ഒരു ഐഡിയ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ്? അവിടെ ടിക്കറ്റ് വെച്ചിരിക്കുകയാണ് കുട്ടിനെ കാണാൻ. കാരണം ഇത് മുതലെടുപ്പ് നടത്തണം, അങ്ങനെ തന്നെ കാരണം മാലിക്കിന് സമ്പത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മാലിക് മനസ്സിലാക്കി ഒരു ടിക്കറ്റ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുട്ടിനെ കാണാൻ വേണ്ടി ടിക്കറ്റ് വേർപ്പെടുത്തി എന്ന് മാത്രമല്ല, അങ്ങനെ കോടി ലക്ഷക്കണക്കിന് പൊന്നി പിരിഞ്ഞ് കിട്ടിയെന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പടി പിരിഞ്ഞ് 1,00,000 പൊന്ന് അന്നേ, പിന്നും ആളുകൾ തിക്കും തിരക്കും കൂട്ടി വന്നേ. ഈ കുട്ടിയെ കാണാൻ വേണ്ടി ആളുകളൊക്കെ മിസ്റിൽ നിന്നല്ല പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുകയാണ്. ആളുകളുടെ രസകരമായ വരവിനെ പറ്റി കവി വിവരിക്കുകയാണ്. ബന്ദാ ഭവനമില്ലതി ജനമുടെ ഉണ്ടാൽ, കടിനമിൽ കുതുകുലം ഏറി കൗമുകൾ ജോറിൽ പിന്നെയും പാരുവാൻ വരവായി, ഇരപകൽ കോടി പൊൻപിരിവായി. രാവും പകലും വ്യത്യാസമില്ലാതെ ആളുകൾ കുട്ടിനെ കാണാൻ വേണ്ടി വരുന്നു. മാലിക് എല്ലാവരും ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ട് കോടി പൊൻപിരിവായി എന്നാണ് കവി പറയുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ മന്ദാലമിൽ ഇത് വിധം ബഹളമിൽ
ചിന്താം ഒരു ദിനമുനം വരവിലൈ റാവിച്ചെപ്പിടൈ വിധത്തിലെ രാവിലും പകലാം ജനമതി ക്ഷോഭമിൽ വരലായി. രാവും പകലും ആളുകൾ മാലിക്കിൻ്റെ വസതിയുടെ മുമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ പിന്നെ എന്താ പറയാം സ്റ്റേജിലേക്ക് കുട്ടിയെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായി പോയി വരവ് ആളുകളുടെ. തന്താറവരവരുടെ തടികളെ ബന്ധായി ചരതമില്ല അപകടനില കാത്തുകൊണ്ടുമൈ പാത്തിടന്നുടൻ നിർത്തി ബാലരുമാം സമയമിൻ മൂർത്തം ഇത് വിധമാ. എന്താർന്ന് തടി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കോളിയും പുടുത്തം പുട്ടക്കുണിൻ്റെ എത്തുന്നതെന്ന് പറഞ്ഞു മരിക്കും. ബാനറ ഓർഡർ പ്രകാരം അന്തേദിന നബിമുഖ പടിവ് നയന്താ മതലഹരിയിൽ മതിമറ ദാശയാലതിനേശമിൽ തടി കേശി ഹൊശിയാലും അങ്ങനെ പതിസുഖം നാശികൾ കുളവായി. കൂട്ടത്തിൽ പെണ്ണുങ്ങളും വരുന്നുണ്ടല്ലേ കാണാനേ. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നോടത്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കണ്ടിട്ട് അന്തം വിട്ടിട്ടേ അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അങ്ങനെ പെട്ടെന്ന് അന്തം വിട്ടിട്ട് നിൽക്കും നമ്മളൊക്കെ ചില സാധനങ്ങളൊക്കെ കണ്ടാൽ, എന്ത് നല്ല സാധനങ്ങളൊക്കെ കണ്ടാൽ. നമുക്ക് പറ്റിയ നല്ല സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ വേണ്ടാത്തതെന്ന് വിചാരിച്ചരുതേ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്തം വിട്ട് നിൽക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യണം, അന്തം വിട്ട് നിൽക്കണം. ആളുകളൊക്കെ വന്നിട്ടേ യൂസുഫിനെ കണ്ടിട്ടേ, യൂസുഫ് ആരാണ് അറിയില്ലേ? യൂസുഫ് സിദ്ദീഖ് തങ്ങളെ ബീവി സുലൈഖ പകുതി സൗന്ദര്യം നൽകിയ ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ഏതായാലും ആളുകൾ തിക്കും തിരക്കി വര്യനെ കാണാൻ എങ്ങനെയാണെന്ന് ഇനിയും കവി പറയുകയാണ്. ഉരപെടലായി റാവിയം നരിമമുഖം നേരിട്ട് ഒളിവ് കനിന്തേ പലരും മതിമറിവായേം തമ്പിന്നിറങ്ങിയോടിയും അടങ്ങിയേറിയും ഉടലലിവാൽ മൗനത്തിൽ ഒടു അവരായി. ടെൻ്റൊക്കെ കെട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ കുട്ടനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് തിരക്കായതുപോലും അങ്ങോട്ട് എത്താത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ ടെൻ്റൊക്കെ പറിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഓടണമെന്ന് പറയുന്ന ആൾക്കാർ കാണാൻ. അതിൽ തിക്കും തിരക്ക് ആ കായിന്ന് മാത്രമല്ല സുബ്ഹാനല്ലാഹ് പറയുകില്ല നാൾ തിങ്ങി മരണവും ഉണ്ടായേറ്റം ബലമുടയേ കൗലാതിൽ അതതുകളില്ലാം ബഹളം മികത്ത താജരിൽ ഉരത്ത് ബാലരും വടിവുടയോരേ വിക്കാൻ ഇനി ഒഴിവില്ല. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് മരണം സംഭവിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ കൂടെ ഓടിയിട്ടേ ചില സമ്മേളനങ്ങൾക്ക് നമ്മൾ പോയാൽ തന്നെ സമ്മേളനത്തിൻ്റെ ഒന്നായിട്ട് നടക്കല്ലാതെ കൊണ്ട് വലിഞ്ഞിടുന്ന ആൾക്കാർ ബാക്കിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എന്താവും, മറിച്ചിട്ടാകെ ചവിട്ടി മറിച്ചിടൂല. ഇനിയിപ്പോൾ അവിടേക്കൊന്നും പോകണ്ട, ഉംറക്ക് പോകുമ്പോൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ ഒന്ന് ദിശ തെറ്റിക്കഴിഞ്ഞാൽ എന്താവും, താഴത്ത് വീണ് ചവിട്ടി അരഞ്ഞു പോകും. ആ രൂപത്തിലാണ് ആൾക്കാർ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ ആളുകളുണ്ട്, അവിടെ സൗദിയിലൊക്കെ. ഇവിടെ അതുമില്ല, അവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല. ആകെ പുടുത്തം പൊട്ടിക്കാണ് ഈ കുട്ടനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാലിക് എന്ത് ചെയ്തു, ഇനി പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു, പരിപാടി സ്റ്റോപ്പാക്കി പറഞ്ഞു. അങ്ങനെ പിന്നെ കാരണം മരിച്ച ആൾക്കാരൊക്കെ മരിക്കുകയാണ്, കാണാൻ വരുന്ന ഒരു ചവിട്ടിയിട്ട് മേത്ത് കൂടെ ചാടിയിട്ടും മറിച്ചിട്ടൊക്കെ ചവിട്ടിയിട്ട് ആകെ സ്വീപ്പായി. മാലിക് പരിപാടി അവിടെ സ്റ്റോപ്പാക്കി. ആ കർട്ടൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കർട്ടൻ കൊണ്ട് പിന്നെ ഒരു കരിമ്പടം കൊണ്ടങ്ങ് മൂടിക്കളഞ്ഞു, പരിപാടി സ്റ്റോപ്പാക്കിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി.
പിരിഞ്ഞു പോയിട്ട് പിന്നെ മാലിക് ചെയ്ത പരിപാടി എന്താണ്? പിരിവരുത പൂമാനെ പരസ്യമായി വിൽപ്പാനെ പരിമിതമായി നാളുണ്ട് നിർണയമാക്കി ടൗണിൽ മികച്ച കെട്ടിടം തിരിച്ച് ഉറ്റുടം പത്രമുഖേനെ അവകൾ പരസ്യമാക്കി വരവ് ജനം രാപ്പകൽ തരമുരയാൻ തോതില്ല പല പല ഊരിന്നും ഈ കഥ അറിവായേ അതിൽ പെരുത്ത കക്ഷിയും മികത്ത ലക്ഷ പ്രഭുക്കളാമ്പം തോരും മിശ്രണവായേ